വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവം ധാരാളമായി എല്ലാവരും അനുഗ്രഹിക്കട്ടെ, ജയത്തോടെ നടത്തട്ടെ. 42 സങ്കീർത്തനം ആസ്പദമാക്കി ആണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. മാന്യർ തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. അപ്പം നമ്മുടെ ആത്മാവ് ചേരേണ്ടുന്നിടത്ത് ചേർന്നെങ്കിലേ ഒക്കത്തുള്ളൂ. അത് കർത്താവിൻ്റെ അടുത്തേക്ക് ഏറ്റവും നല്ലത്. ആത്മാവ് വളരെ വലുതാണ്. നമ്മൾ ഈ ജീവിക്കുമ്പോഴേ നമ്മുടെ ശരീരത്തിൽ ആത്മാവിനെ ദൈവം തമ്പുരാൻ നൽകി തന്നിട്ടുണ്ട്. അത് മതി ദൈവത്തിന്. സ്തോത്രം. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. എൻ്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി ദാഹിക്കുന്നു. ഞാൻ എപ്പോൾ ദൈവസന്നിധി ചെല്ലുവാനിടയാണ്. അപ്പോൾ ഏത് സമയത്താണ് നമ്മൾ ഈ ലോകം വിട്ട് പോകുന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ എപ്പോഴും ഒരുങ്ങി ഉണർന്നും ഇരിക്കണം. ബുദ്ധിയുള്ള 5 കന്യകമാരെ പോലെ വിളക്കിൽ എണ്ണയൊക്കെ എടുത്ത് ഒരുങ്ങി ഉണർന്നുമൊക്കെ ഇരിക്കണം. നിന്റെ ദൈവം എവിടെയെന്ന് അവർ എന്നോട് നിത്യം പറയുന്നുകൊണ്ട് എൻ്റെ കണ്ണുനീർ രാവും പകലും എൻ്റെ ആഹാരമായി തീർന്നിരിക്കുന്നു. നമുക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ ആദ്യം എന്താ കണ്ണാ നമുക്ക് നനയുന്നത് അല്ലേ? കണ്ണ് നിറയും വളരെ അല്ലേ? ഉത്സവം ആചരിക്കുന്ന ജനാവലിയുടെ സന്തോഷം സ്തോത്രവുമായി സ്വരത്തോടും കൂടെ സമൂഹ മധ്യം ഞാൻ ദേവാലയത്തിലേക്ക് ചെന്ന് അത് ഓർത്ത് എൻ്റെ ഉള്ള എന്നിൽ പകരുന്നു. നമ്മൾ ഞായറാഴ്ച നമ്മുടെ കർത്താവിൻ്റെ ആരാധനയ്ക്കായിട്ട് നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്തോ ഒരു സന്തോഷമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ഇരുന്ന് എന്താ ചെയ്യുന്നത്? ദൈവത്തെ ആരാധിക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ ദൈവം എൻ്റെ ആത്മാവ് എന്നിൽ വിഷാദിച്ചിരിക്കുന്നു. അതുകൊണ്ട് യോർദാൻ പ്രദേശത്തും ഹെർമോൻ പർവ്വതങ്ങളിലും മിസ്സാർ മലയിലും വെച്ച് ഞാൻ നിന്നെ ഓർക്കുന്നു. നിന്റെ വെള്ളച്ചാട്ടങ്ങളുടെ മുഴക്കത്താൽ ആഴിയെ വിളിക്കുന്നു. ഉണ്ടോ? ഈ വെള്ളച്ചാട്ടമൊക്കെ കാണാനായിട്ട് നല്ല രസമല്ലേ? അതിൻ്റെ ഒരു പ്രത്യേക ഒരു ഒച്ചയുണ്ട് അല്ലേ? ഇതിൻ്റെ ഓളങ്ങളും തിരമാലകളും എല്ലാം എൻ്റെ മീതെ കടന്നു പോകുന്നു. അപ്പം നമ്മളിങ്ങനെ കോളത്ത് അല്ല ബീച്ചുകളിലൊക്കെ ചെന്നാൽ പല അടുത്തുണ്ട്, അവിടെ തിരമാലകളൊക്കെ അടിച്ചു വരുമ്പോഴത്തേക്കിന് നല്ല രസമാണ് അല്ലേ? യഹോവ പകൽ നേരത്ത് തൻ്റെ ദയ കൽപ്പിക്കും. രാത്രി സമയത്ത് ഞാൻ അവന് പാട്ട് പാടിക്കൊണ്ടിരിക്കും. രാത്രി സമയത്ത് നമ്മൾ ദൈവത്തെ പാടി സ്തുതിക്കണം. അർദ്ധരാത്രി പൗലോസും ശിലാസും ദൈവത്തെ പാടി സ്തുതിക്കുമായിരുന്നു. എൻ്റെ ജീവൻ്റെ ദൈവത്തോടുള്ള പ്രാർത്ഥന. അപ്പോൾ ജീവനായ ദൈവത്തോടുള്ള പ്രാർത്ഥനയാണ്. നീ എന്നെ മറന്നതെന്ത്? ശത്രുവിൻ്റെ ഉപദ്രവം നിമിത്തം ഞാൻ ദുഃഖിച്ച് നടക്കേണ്ടി വന്നതെന്ത് എന്ന് ഞാൻ എൻ്റെ പാറയായ ദൈവത്തോട് പറയും. നിൻ്റെ ദൈവം എവിടെയെന്ന് എൻ്റെ ശത്രുക്കൾ ഇടപെടാതെ എന്നോട് പറഞ്ഞുകൊണ്ട് എൻ്റെ അസ്ഥികൾ തകർക്കത്തക്കവണ്ണം എന്നെ നിന്ദിക്കുന്നു. എൻ്റെ ആത്മാവ് നീ വിഷാദിച്ച് ഉള്ളി ഞരങ്ങുന്നത് എന്ത്? ദൈവത്തെ പ്രത്യാശ വയ്ക്കുക. അവൻ എൻ്റെ മുഖപ്രകാശക രക്ഷിയും എൻ്റെ ദൈവമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനി അവനെ സ്തുതിക്കും. ഇനി 43 സങ്കീർത്തനം. ദൈവമേ എനിക്ക് ന്യായം പാലിച്ചു തരണം. അപ്പോൾ ദൈവത്തോട് പറയാം, ദൈവമേ എനിക്ക് ന്യായം പാലിച്ചു തരണം. ഇപ്പം 42 കോരഹപുത്രന്മാരുടെ ഒരു ധ്യാനമാണ്. ഭക്തികെട്ട ജനതയോട് എൻ്റെ വ്യവഹാരം നടത്തണമേ. വഞ്ചനയും അനീതിയുമുള്ള മനുഷ്യനിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. നീ എൻ്റെ ശരണമായ ദൈവമല്ലോ. നീ എന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്നത് എന്ത്? ശത്രുവിൻ്റെ ഉപദ്രവം നിമിത്തം ഞാൻ ദുഃഖിച്ച് നടക്കേണ്ടി വന്നതാണ്. നിൻ്റെ പ്രകാശവും, ആരുടെ പ്രകാശം? ദൈവത്തിൻ്റെ പ്രകാശവും സത്യവും അയച്ചു തരണമേ. അവ എന്നെ നടത്തുമാറാകട്ടെ. നിൻ്റെ വിശുദ്ധ പർവ്വതത്തിലേക്കും തിരുനിവാസത്തിലേക്കും അവ എന്നെ എത്തിക്കുമാറാകട്ടെ. ഞാൻ ദൈവത്തിൻ്റെ പീഠത്തിങ്കിലേക്ക്, എൻ്റെ പരമാനന്ദമായ ദൈവത്തിങ്കിലേക്ക് ചെല്ലും. ദൈവമേ, എൻ്റെ ദൈവമേ, കിന്നരം കൊണ്ട് ഞാൻ നിന്നെ സ്തുതിക്കും. അധികാരത്തെ നമ്മൾ ദൈവത്തെ സ്തുതിക്കണം, പാടണം, പ്രാർത്ഥിക്കണം, ആരാധിക്കണം, വചനം വായിക്കണം. ഇതൊക്കെ വലിയ അനുഗ്രഹമാണ് നമ്മുടെ നിത്യരവ ജീവിതത്തിൽ. എൻ്റെ ആത്മാവ് നീ വിഷാദിച്ച് ഉള്ളി ഞരങ്ങുന്നത് എന്താ? അവസാനം പറഞ്ഞ 43 സങ്കീർത്തനം അവസാനം എൻ്റെ മുഖപ്രകാശ്യം ദൈവം എൻ്റെ മുഖപ്രകാശരക്ഷ്യം എൻ്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും.